ലോകം മുഴുവൻ ഇപ്പോൾ ചർച്ച ചെയ്യുന്ന ഒരു പേരാണ് ഇലോൺ മസ്ക്. ദിവസങ്ങൾക്ക് മുന്നേ ജെഫ് ബെസോസിനെ മറികടന്നുകൊണ്ട് ഇലോൺ മസ്ക് ലോകത്തിലെ ഏറ്റവും വലിയ ധനികനായി മാറിയല്ലോ. എന്നാൽ അവിടെയും തീർന്നില്ല, ആ സമ്പത്ത് കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴത് 200 ബില്യണും കടന്ന് മുന്നോട്ട് കുതിച്ചുകൊണ്ടിരിക്കുന്നു. വളരെ എളുപ്പത്തിൽ തന്നെ ഇലോൺ മസ്കിനെ ഒരു സെൽഫ് മെയ്ഡ് മാനായി നമുക്ക് കണക്കാക്കാം. ഒന്നിൽ നിന്ന് തുടങ്ങി ഉയരങ്ങൾ വെട്ടിപ്പിടിക്കുന്ന ഒരാൾ, അല്ലെങ്കിൽ നമ്മൾ വർഷങ്ങൾ കഴിഞ്ഞ് ചിന്തിക്കുന്ന കാര്യങ്ങളെ ഇന്നലെ ചിന്തിച്ചുകൊണ്ട് ഇന്ന് തന്നെ നടപ്പാക്കാൻ ശ്രമിക്കുന്ന ഒരാൾ. അത്തരമൊരാൾക്ക് എന്തായാലും പല സവിശേഷതകളും ഉണ്ടാവുമല്ലോ. അത്തരത്തിൽ ഏറെ ചർച്ചയാവുന്ന അല്ലെങ്കിൽ ചർച്ചയായ ഒരു കാര്യമാണ് ഇലോൺ മസ്കിൻ്റെ വിശ്രമ സമയം എന്നത്. ഇത്രയും ധനവാനായ ഇലോൺ മസ്കിന് കിട്ടാത്ത ആഡംബര വീടുകളോ ഹോട്ടലുകളോ ഒന്നും ഉണ്ടാവാതിരിക്കില്ലല്ലോ. ഏതായാലും അദ്ദേഹം പലപ്പോഴും ഉറങ്ങുന്നത് സ്വന്തം ഫാക്ടറിയിൽ തന്നെയാണ് എന്നതാണ് ഏറെ രസകരമായ കാര്യം. 2019 ടെസ്ല കമ്പനിയുടെ യൂറോപ്പിലെ ആദ്യ പ്ലാന്റ് നിർമ്മാണം ആരംഭിച്ചത്. ഈ ഗിഗാ ഫാക്ടറി ഉയർന്നു പൊങ്ങുന്നത് ജർമ്മനിയിലെ ബെർലിനിലാണ്. അതിനൊപ്പം ഈയിടെയാണ് ഇലോൺ മസ്ക് ഇവിടെ സന്ദർശിച്ചതും ഈ ഫാക്ടറിയിൽ കിടന്നുറങ്ങിയതും. ഗിഗാ ബെർലിനിലെ കോൺഫറൻസ് റൂമിൽ കിടന്നുറങ്ങിയതിലൂടെ ആ ഫാക്ടറിയെക്കുറിച്ച് കൂടുതൽ അറിയുന്നു എന്നതാണ് ഇലോൺ മസ്കിൻ്റെ പക്ഷം. ഇത്തരത്തിൽ ഇലോൺ മസ്ക് പറഞ്ഞത് വാർത്തകളിൽ ഇടം പിടിക്കുകയും ചെയ്തു. എന്നാൽ ഇത് ഇത്തരത്തിൽ ഒറ്റപ്പെട്ട സംഭവമൊന്നുമല്ല. ഇലോൺ മസ്ക് പലപ്പോഴും തൻ്റെ ഫാക്ടറിയിൽ കിടന്നുറങ്ങുന്ന ഒരാൾ തന്നെയാണ്. ആഘോഷങ്ങളും മറ്റുമൊക്കെ സ്വന്തം ഫാക്ടറിയുടെ ഇടങ്ങളിൽ നടത്തുന്ന ഒരാൾ. അതിന് പല കാരണങ്ങളുമുണ്ട്. പണ്ട് ഇലോൺ മസ്കിൻ്റെ വിജയത്തുടക്കം എന്നത് സഹോദരനുമായി ചേർന്ന് തുടങ്ങിയ സിപ്പ് 2 ആണല്ലോ. ഒറ്റ കമ്പ്യൂട്ടറിൽ തുടങ്ങിയ ഒരു സംഭവം. പകൽ സമയങ്ങളിൽ വർക്കും രാത്രിയിൽ കോഡും ചെയ്ത് അവർ മുന്നോട്ട് നീങ്ങി. ഉറങ്ങാൻ വീടില്ലാത്തതുകൊണ്ട് തന്നെ ആ ഓഫീസ് മുറി അവരുടെ വീടുമായിരുന്നു. അത്തരത്തിൽ ചെറുപ്പകാലം മുതൽ തന്നെ ഇത് ഇലോൺ മസ്കിൻ്റെ ഒരു ശീലം തന്നെയാണ്. എന്നാൽ ഇലോൺ മസ്കിൻ്റെ അഭിപ്രായത്തിൽ ഇത് അതിനേക്കാളുമൊക്കെ ഉപരിയായി വലിയൊരു ആശയം തന്നെ പകർന്നു വയ്ക്കുന്നുണ്ട്. അത് വർക്ക് എത്തിക്സ് ആണ്. നമുക്ക് നഷ്ടപ്പെട്ടാൽ തിരിച്ചു പിടിക്കാൻ പറ്റാത്ത ഒന്നാണല്ലോ സമയം എന്നത്. ആ സമയത്തെ ലാഭിക്കുക എന്നതാണ് ഇലോൺ മസ്കിൻ്റെ തത്വം. ഓഫീസിൽ നിന്ന് പോകുന്നതും വരുന്നതും മറ്റ് തയ്യാറെടുപ്പുകളുമൊക്കെ പലപ്പോഴും ജോലിയുടെ ഇൻറ്റൻസിറ്റിയെ ബാധിക്കുന്നത് കൊണ്ട് തന്നെ ഇലോൺ മസ്ക് ജോലിയിൽ മുഴുകുന്ന സമയങ്ങളിൽ മിക്കപ്പോഴും സ്വന്തം കമ്പനിയിടങ്ങൾ തന്നെ വിശ്രമ സ്ഥലങ്ങളാക്കി മാറ്റുന്നു എന്നതാണ്. നമുക്കറിയാം, ടെസ്ല എന്നത് ഭാവിയാണ്. നിലവിൽ വിപണിയുടെ 2% പോലും ഇല്ലെങ്കിലും ഭാവിയിലെ ശക്തമായ സ്വാധീനമാവും എന്നുള്ളത് കൊണ്ട് തന്നെയാണ് ടെസ്ലയിലേക്ക് കണക്കില്ലാത്ത നിക്ഷേപങ്ങളും ഓഹരി മൂല്യവും ഒക്കെ വരുന്നത്. അതിനോടൊപ്പം ഭാവിയെ എത്രയും പെട്ടെന്ന് യാഥാർത്ഥ്യമാക്കുക എന്നതുകൂടിയുണ്ടല്ലോ. സ്വാഭാവികമായും അതിനുവേണ്ട ജോലി എന്നത് വിശ്രമമില്ലാത്ത കഠിനാധ്വാനം തന്നെയാണ്. അതിനായി ടെസ്ല ജീവനക്കാർ രാപ്പകലില്ലാതെ പണിയെടുക്കുകയും ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ ഇലോൺ മസ്ക് പറയുന്നത് കമ്പനിയിലെ ജീവനക്കാരേക്കാൾ കൂടുതൽ ഞാൻ കഷ്ടപ്പെട്ട് ജോലി ചെയ്യേണ്ടിയിരിക്കുന്നു എന്നതാണ്. അതൊരു മാതൃകയുമാണ്. 2020 ഏകദേശം 5 ലക്ഷത്തോളം കാറുകൾ നിർമ്മിച്ച ടെസ്ല 2030 ലോകത്ത് വലിയൊരു വിപണിയാണ് ലക്ഷ്യം വയ്ക്കുന്നത്. ടെസ്ലയുടെ മുന്നേറ്റം എന്നത് വിജയം മാത്രമാണെന്ന് കരുതിയാൽ അത് തെറ്റാണ്. ടെസ്ല ഒരു കാലത്ത് ജപ്തി ഭീഷണിയിൽ നിന്നൊരു കമ്പനിയാണ്. കൂടുതലായും ഓട്ടോമാറ്റിക് മെഷീൻസ് ഉപയോഗിക്കാൻ ശ്രമിച്ചതിലൂടെ പലപ്പോഴും കാർ പ്രൊഡക്ഷൻ എന്നത് എങ്ങും എത്താതെ നിന്ന അവസ്ഥകൾ പോലും ഉണ്ടായിട്ടുണ്ട്. ഒരു മെഷീനിന് മാത്രം പ്രശ്നങ്ങൾ ഉണ്ടായാൽ പോലും മൊത്തം അസംബ്ലിംഗ് യൂണിറ്റ് നിർത്തേണ്ടി വരും എന്നതുകൊണ്ടാണിത്. മറ്റൊന്ന് അധ്വാനഭാരവും ജോലി സമയവുമാണ്. പുതിയ കാലത്തേക്ക് എന്ന നിലയിൽ ടെസ്ലയിലെ ജീവനക്കാർ ജോലി ചെയ്തിരുന്നത് 10 മണിക്കൂറിലധികമായിരുന്നു. 2018 കാലത്ത് ഒരാഴ്ചയിൽ 100 മണിക്കൂറിനടുത്തു. ഒപ്പം ആഴ്ചയിൽ 120 മണിക്കൂർ എന്ന നിലയിൽ ഇലോൺ മസ്കും. ഇതിനെതിരെ പ്രതിഷേധങ്ങളൊക്കെ ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ട്. ഏതായാലും ഭാവിയെയും വിജയത്തെയും മുന്നിൽ കാണുമ്പോൾ അത്രയും ജോലി ഉണ്ടെന്നാണ് ഇലോൺ മസ്ക് പറഞ്ഞു വയ്ക്കുന്നത്. കൂടാതെ ടെസ്ല കമ്പനി വികസിക്കുക എന്നാൽ ജീവനക്കാർ കൂടി വികസിക്കുക എന്നതാണല്ലോ. അതുകൊണ്ട് തന്നെ ഇലോൺ മസ്ക് കമ്പനിയുടെ എല്ലാ മേഖലകളിലേക്കും ഇറങ്ങിച്ചെല്ലുകയും ചെയ്യുന്നു. ഏവരും ചെയ്യുന്ന ജോലികൾ ഇലോൺ മസ്കും ചെയ്യുന്നു. പലപ്പോഴും കമ്പനിയിൽ തന്നെ ഉറങ്ങുന്നു. ഏവരുടെയും ഒപ്പമുണ്ട് എന്നൊരു തോന്നൽ പറയാതെ തന്നെ നിർമ്മിച്ചെടുക്കുന്നു. അങ്ങനെ ഏവരുടെയും കമ്പനിയായി ടെസ്ല മാറുക തന്നെ ചെയ്തു. 2020 മുന്നേ തന്നെ ലക്ഷ്യമിട്ട നേട്ടങ്ങളിലേക്ക് കമ്പനി എത്തിത്തുടങ്ങി. പ്രൊഡക്ഷൻ കപ്പാസിറ്റി വർദ്ധിച്ചു. 2020 എന്നത് കമ്പനിക്ക് വിജയം മാത്രം നൽകി. അതിലൂടെ ലോകത്ത് ഏറ്റവും മൂല്യമുള്ള കാർ കമ്പനിയായി ടെസ്ല മാറുകയുമാണ്. നാൾക്കുനാൾ ഓഹരി മൂല്യമൊക്കെ എവിടെയുമില്ലാത്ത രീതിയിലാണ് ഉയരുകയും ചെയ്യുന്നത്. ഏതായാലും വിജയവഴിയിൽ ഒന്നാമതാണെങ്കിലും ഇലോൺ മസ്ക് നിർത്താനോ പതുക്കെ മുന്നേറാനോ തീരെ താല്പര്യമില്ലാത്ത ഒരാളാണ്. അതിന് ലളിതമായ ഒരു ഉദാഹരണവുമുണ്ട്. ഒരാൾ ആഴ്ചയിൽ 50 മണിക്കൂറും മറ്റൊരാൾ 100 മണിക്കൂറും വർക്ക് ചെയ്യുമ്പോൾ ഇരട്ടി സമയമാണ് ഒരാൾക്ക് കിട്ടുന്നത്. മുന്നേറ്റത്തിൻ്റെ പാതയിൽ അത് വലിയൊരു ഘടകം കൂടിയാണ്. അതുകൊണ്ട് തന്നെ ടെസ്ല കമ്പനിയോ ഇലോൺ മസ്കോ പതുക്കെ എന്ന നയത്തിനെതിരെയാണ്. മാറ്റങ്ങൾ കൊണ്ടുവരുന്നത് ഇത്തരത്തിൽ ചിന്തിക്കുന്നവർ തന്നെയാണല്ലോ. ഏതായാലും ഇലോൺ മസ്ക് കൂടുതൽ ഉയരങ്ങളിലേക്ക് പോവുകയാണ്. അത് വെറും സമയം കൊണ്ട് മാത്രമൊന്നുമല്ല,
ഉയർന്ന ചിന്തകളും അത് നടപ്പിൽ വരുത്താനുള്ള ബുദ്ധിയും ഇച്ഛാശക്തിയും കഠിനാധ്വാനവും ഒക്കെ അതിനു പുറകിലുണ്ട്. ഒപ്പം ടെസ്ലയിലെ ഒരു കൂട്ടം കൂട്ടുകാരും.